കണ്ടന്റ് കിട്ടാൻ വ്യഭിചാരവും ചെയ്യുന്നവർ. ഇന്ന് 2026 ജനുവരി 19 തിങ്കളാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങളും 2625 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്നെപ്പോലെ നിങ്ങളും ആ വാർത്ത വായിച്ചില്ലേ? ഒരു പെൺകുട്ടി, അവൾ മാന്യമായി വേഷം ധരിച്ചിരിക്കുന്നു. യഹൂദ മത മര്യാദ പ്രകാരമുള്ള ശിരോവസ്ത്രം ഇട്ടിട്ടുണ്ട്. ബൈബിളിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ലാതെ എപ്പോഴും എല്ലാ നേരത്തും സ്ത്രീകൾ മൂടുപടം ഇട്ട് നടക്കണം എന്ന് ബൈബിൾ നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ എപ്പോൾ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം സ്ത്രീകൾ നിർബന്ധമായും തല മൂടിയിരിക്കണം എന്നത് ബൈബിളിൻ്റെ കർശനമായ നിർദ്ദേശമാണ്. ഏതെങ്കിലും സ്ത്രീകൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് തലയിൽ മൂടുപടം ഇടുന്നില്ല എങ്കിൽ നിങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ, അവൾ ക്രിസ്തു ഭക്തയല്ല. ഇനി നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലൂ. അവിടെ തല മാത്രമല്ല മുഖം മൂടിയിട്ട് നടക്കുന്ന സ്ത്രീകളെ കാണാം. അവർ ആരും കണ്ടന്റ് ഉണ്ടാക്കാൻ തല മൂടിയിട്ട് നടക്കുന്നവരല്ല. യഹൂദ പാരമ്പര്യം കടമെടുത്തവരുടെ സ്ത്രീകൾ ഇന്ന് ലോകം മുഴുവനും തല മൂടിയിട്ടാണ് ലോകം മുഴുവൻ നടക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്തു. നമ്മളും സ്ഥിരമായി യാത്ര ചെയ്യുന്നത് ബസ്സുകളിലാണ്. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം വളരെ നിർബന്ധമാണ് എല്ലാ ബസ്സുകളിലും CCTV ക്യാമറ വേണം എന്നത്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും വഴി നടക്കുമ്പോൾ CCTVയും കൊണ്ടാണോ നടക്കുന്നത്? നിങ്ങളിൽ ആരെങ്കിലും വഴി നടക്കുമ്പോൾ CCTVയും കൊണ്ടാണോ നടക്കുന്നത്? അല്ല. ഇവിടെ ഇതാ ആ പെൺകുട്ടി, കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന പെൺകുട്ടി, തിക്കും തിരക്കുമുള്ള ഒരു ബസ്സിൽ കയറി. നല്ല സുമുഖനായ ചെറുപ്പക്കാരനെ തൊട്ടടുത്ത് കിട്ടുന്നു. കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ അവസരം. അവൾ കണ്ടന്റിന് വേണ്ടി ഉള്ള പണിയെടുത്തു. ഓടുന്ന വണ്ടിയിൽ, ആടുന്ന വണ്ടിയിൽ അവൾ വളരെ കൃത്യമായി അവളുടെ കണ്ടന്റ് ക്യാമറയിൽ പകർത്തി. മൂടുപടമിട്ട അവളുടെ മുഖവും ശരീരഭാഗങ്ങളുമാണ് അവൾ അതിൽ ചിത്രീകരിച്ചത്. ആ ബസ്സിൽ തൻ്റെ അടുത്ത് നിന്ന് യാത്ര ചെയ്യുന്ന പുരുഷൻ തന്നെ സ്പർശിക്കുന്ന ഭാഗം അവൾക്ക് കൃത്യമായി അവളുടെ ക്യാമറയിൽ പകർത്തുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. അവളുടെ കണ്ടന്റ് പൂർത്തിയാക്കും വരെ അവളുടെ കണ്ടന്റിനോട് സഹകരിച്ചു. കണ്ടന്റ് പൂർത്തിയായപ്പോൾ അവളുടെ യാത്ര തീരുമ്പോൾ വരെ അവൾ ആരോടും പരിഭവമില്ല, അവൾക്കാരോടും പരിഭവമില്ല, പരാതിയില്ല, പോലീസ് കംപ്ലൈൻ്റ് ഇല്ല. കണ്ടന്റ് പിടിക്കുന്ന സമയത്ത് അവളുടെ മുഖത്തെ സന്തോഷം അവളുടെ കണ്ടന്റിൽ തന്നെ ഉണ്ട്. ആ സന്തോഷത്തിൽ അവൾ സമയം കളയാതെ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇനിയും ഇവൾക്ക് കിട്ടിയ കണ്ടന്റ് എന്താണ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു മോശം പരിപാടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ തൊട്ടടുത്ത് കിട്ടുന്ന പുരുഷന്മാരെ ലൈംഗിക ചുവയോടെ സ്പർശിക്കുക എന്നത്. എല്ലാ സ്ത്രീകളുമില്ല, ചില സ്ത്രീകൾ. വേശ്യാസ്ത്രീകളാണല്ലോ പുരുഷന്മാരെ തേടി തെരുവിൽ ഇറങ്ങി നടക്കുന്നത്. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളെ തേടി ഇറങ്ങാറുണ്ട്. അവസരമുണ്ടാക്കി സ്പർശിക്കാറുണ്ട്. ഇതെല്ലാം മോശമാണ് എന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ യുവതി സമൂഹ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു റീലെടുത്തതാണ്. അത് പരസ്യമായി നാട്ടിൽ പരന്നു. കൂട്ടുകാർ കണ്ടു, നാട്ടുകാർ അറിഞ്ഞു. ആ പുരുഷൻ ആത്മഹത്യ ചെയ്തു. ആ വാർത്തയാണ് ഇന്നലെ മുതൽ എല്ലാ വാർത്താ ചാനലുകളെയും റീച്ചാക്കിയത്. ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു സ്പീച്ച് കേട്ടു. അവൾ ആ മനുഷ്യനെ അടുത്തറിഞ്ഞു, അയാളുടെ രോഗം കണ്ടെത്തി. അവളൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് അവൾ അയാൾക്ക് ചികിത്സാ രീതിയാണ് അവൾ കണ്ടൻ്റാക്കി വീഡിയോ പുറത്തുവിട്ടത്. ആ ദീപക് എന്ന മനുഷ്യൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്നു. ഇനി ഞാൻ ആർക്കും ഒരു കണ്ടൻ്റ് എടുക്കാൻ അവസരം കൊടുക്കില്ല എന്ന് അയാൾ ഉറപ്പ് നൽകി. അതിനുവേണ്ടി അയാൾ ചെയ്തത് ഒരു കടുങ്കൈയായിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു. ഇതൊരു നിത്യസംഭവമല്ലേ? ആരാണ് പാപം ചെയ്യാത്തത്? സുബോധമുള്ള ഏത് മനുഷ്യനാണ് വിവിധതരം ഹോർമോണുകൾ പ്രവർത്തിക്കാത്തത്? എന്നാൽ ഇങ്ങനെയുള്ള ഹൃദയത്തിലെ ദുഷിച്ച ചിന്തകളെ ഇല്ലാതാക്കാൻ ദൈവിക സഹായത്തിലല്ലാതെ ആർക്കും കഴിയുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചു പേർ നിങ്ങളുടെ വീടുകളിൽ സുവിശേഷമായി വരുന്നത്. നിങ്ങൾ ദീപക്കായാലും തിരക്കുള്ള ബസ്സിൽ ആണുങ്ങളുടെ ഇടയിൽ കയറി നിന്ന് റീച്ചുണ്ടാക്കാൻ കണ്ടന്റ് ഉണ്ടാക്കിയ തട്ടമിട്ട പെണ്ണായാലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പാപികളാണ് എന്നാണ്. അപ്പോൾ ന്യായമായും നിങ്ങൾ ചോദിക്കും, ആ പറയുന്ന ഞങ്ങൾ പാപികളല്ലേ എന്ന്. അതേ സഹോദരി, ഞങ്ങൾ ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് തന്നെയാണ്. ബൈബിളിലെ റോമാലേഖനം 3:23 ഇങ്ങനെ നാം വായിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തെ പാപത്തിൽ നിന്ന് നിയന്ത്രിക്കാം എന്ന് ഈ എഴുതിയ പൗലോസ് അപ്പോസ്തലൻ വിവരിച്ചു തരുന്നത് റോമാലേഖനം 7:15 മുതൽ താഴോട്ട് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ.
എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ പാപിയെ തീർന്നുകൊണ്ടാണ് അഭിമാനം നഷ്ടമാക്കുന്ന ആഗ്രഹിക്കാത്ത തിന്മകൾ പോലും ചെയ്യുന്നത്. റോമാലേഖനം 7:22-23 വാക്യങ്ങളിൽ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധരാക്കി കളയുന്നു എന്ന ഒരു വലിയ അനുതാപം നമുക്ക് അവിടെ കാണാം. ഒടുവിൽ പൗലോസ് അപ്പോസ്തലൻ വാവിട്ട് കരഞ്ഞുപോയി. വാക്യം 24 അതാണ് നാം വായിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇത് തന്നെയാണ് എൻ്റെ വായനക്കാരായ നിങ്ങളും ചോദിക്കുന്നത്. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കണ്ടെത്തിയ ആ വഴി, പിന്നാലെ ഞങ്ങൾ കണ്ടെത്തിയ ആ വഴി, അതാണ് റോമാലേഖനം 7:25 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുഷ്ടഭൂമിയിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കുന്ന ഓരോരുത്തർക്കും ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ സേവിക്കാൻ കഴിയണമെങ്കിൽ മതത്തിൻ്റെ അടയാളങ്ങൾ ശിരസിൽ അണിഞ്ഞ് തട്ടമിട്ട് തലയിൽ തൊപ്പി വെച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയും പൊട്ടും തൊട്ട് കുരിശ് മാല കഴുത്തിലിട്ടത് കൊണ്ട് ഒന്നും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ പാപമോചനം തരുന്ന ക്രിസ്തുവിനെ തന്നെ അഭയം ചൊല്ലണം എന്ന് നിങ്ങളുടെ കുട്സോർഷിപ്പ് കൊടുക്കുന്നത്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.